താൽക്കാലികമായി ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് എങ്ങനെ നമ്മൾ ചേരണം, ദൈവത്തോട് എങ്ങനെ നമ്മൾ ആയിരിക്കണം, ഇതെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക എന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും കളിതമാശം തമാശ രീതിയിലൊക്കെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് മുന്നറിയിപ്പായിട്ട് തരുന്നുണ്ട്, ഇനിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങള് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. ഒരുപാട് പ്രതിബന്ധത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ചൂടും അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അനുഭവപ്പെട്ടത്. ചിന്തിച്ചുകൊള്ളുക, അതിനേക്കാൾ, ആ അനുഭവപ്പെട്ട ചൂടിനേക്കാൾ ഗൗരവമായ രീതിയിലാണ് പ്രകൃതി ദുരന്തങ്ങളും മഴയും അസ്വസ്ഥതയൊക്കെ വരാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഴയുടെ തുടക്കത്തിൽ തന്നെ കടലിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മാറാനായിട്ട് തുടങ്ങി. കടലിലൂടെ തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇത് മനുഷ്യനോടല്ല ആരായേണ്ടത്, മനുഷ്യന്റെ ഒരിക്കലല്ല പോകേണ്ടത്. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ദൈവത്തെ അറിയുവാനോ അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് തിരിയാനോ ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് കേരളത്തിലുള്ള പോലെ ദുഷ്പ്രവണതകളോ പ്രവൃത്തികളോ മറ്റൊരിടത്തുമില്ല. പ്രത്യേകിച്ചും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ദുർമാർഗവും സ്വീകരിക്കേണ്ട തയ്യാറാകുന്ന മനോഭാവം മനുഷ്യണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏത് വേണ്ടാധീനത്തിനും പോകുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യൻ മാറി. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, നീ അന്വേഷിച്ച് കണ്ടെത്തുന്നതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവും, എന്ത് നേടാനായിട്ട് നിനക്ക് സാധിക്കും? യാതൊരു നേട്ടവും അതുകൊണ്ടുണ്ടാകില്ല നിനക്ക്. ദൈവം കൂടെയില്ലെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അതുകൊണ്ട് റോമ 8:31 പറയുന്നത്, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കില്ല. ഒരു രോഗമോ പീഡനമോ യാതൊന്നും നമ്മളെ സ്വാധീനിക്കത്തില്ല. ദൈവം കൂടെ ഇല്ലാത്തതാണ് ഈ തകർച്ചയ്ക്കും നാശത്തിനും എല്ലാം കാരണം. അതല്ലെങ്കിൽ ഈ പറയുന്ന പകർച്ചവ്യാധികളെല്ലാം കൂടെ ഒന്നുപോലെ എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പല രീതിയിലുള്ള, ഒരേ ദിവസം ചെല്ലുന്തോറും വ്യത്യസ്തങ്ങളായിട്ടുള്ള പകർച്ചവ്യാധികളാണ് ശക്തി പ്രാപിക്കുന്നത്. ഇതൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളോട് മോശ വഴി ദൈവം സംസാരിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തില് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അനുസരിക്കാനോ അംഗീകരിക്കാനോ തയ്യാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോഴതുകൊണ്ട് ഇനിയെങ്കിലും ദൈവത്തെ ഭയപ്പെടാം. ദൈവമേ, എല്ലാ അനുഗ്രഹങ്ങളും അവിടെ നിന്നാണ് തരുന്നത്. തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് പിൻവലിക്കാനായിട്ട് അവിടത്തേക്ക് സാധിക്കും. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കഴിവോ ശക്തിയുണ്ടോ ഒക്കെയാണ് നമ്മൾ എന്തൊക്കെയോ ആയിരിക്കുന്നത് ചെയ്യുന്നതെന്നൊക്കെ. യാതൊന്നുമില്ല. ഒരു പൂഴിയുടെ വില പോലും കൽപ്പിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. അതിനുള്ള യോഗ്യത മനുഷ്യനില്ല. കാരണം ദൈവമാണ് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നീ എപ്പോൾ മാറുന്നോ ആ നിമിഷം നീ വൻ വൃക്ഷം വീഴുന്ന പോലെ വീഴും. ആർക്കും താങ്ങി നിർത്താൻ സാധിക്കത്തില്ല. ദൈവം നമ്മുടെ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. ആരെ കൊണ്ടോ അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഒരേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴ് ദൈവമേ, ഇത് മുന്നറിയിപ്പായിട്ട് നീ വെളിപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ, ഈ വിഷയങ്ങളിൽ വീണുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപത്തിലേക്ക് കടന്നു വരാം. ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും വെറുപ്പോ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്.
എന്റെ പിതാവേ, ഇന്ന് രാവിലെ നിമിഷം വരെ വാക്കുകൊണ്ടോ പ്രവർത്തിയുണ്ടാകും എണ്ണത്താലോ ആരെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. ഈ ലോകത്തോട് ക്ഷമ ചോദിക്കുന്നു. യേശുവേ, യേശുവേ, See